തൊടുപുഴ കുമാരമംഗലത്ത് ക്രൂരമർദ്ദനമേറ്റ 7 വയസ്സുകാരന്റെ നില അതീവ ഗുരുതരം. കുട്ടിയെ കാലിൽ പിടിച്ച് നിലത്തടിച്ചുവെന്ന് പോലീസ്. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. വിവരങ്ങളുമായി സമീർ ചേരുന്നുണ്ട്. സമീർ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ആനന്ദ്, കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ ഒരു വിധത്തിലും ഉള്ള പുരോഗതി ഉണ്ടായിട്ടില്ല. ഇന്നലെ അടിയന്തര ശസ്ത്രക്രിയ നടത്തിയിരുന്നു. അതിനുശേഷവും ഒരു പുരോഗതിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. കുട്ടിയുടെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അബോധാവസ്ഥയിൽ തന്നെ തുടരുകയാണ് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ജീവൻ നിലനിർത്തുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കുട്ടിയുടെ മാതാവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് രണ്ടാമത് ഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു മൊഴി രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഈ സംഭവത്തിൽ രണ്ടാനച്ഛൻ മാത്രമാണ് പ്രതി എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അമ്മയ്ക്ക് അതിനകത്ത് പങ്കില്ല എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇന്ന് വൈകിട്ടോട് കൂടിയായിരിക്കും തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള രണ്ടാനച്ഛന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് തൊടുപുഴ ഡിവൈഎസ്പി KP ജോസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതി ഇപ്പോൾ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലുണ്ട്. പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് വൈകിട്ടോട് കൂടെ ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. പ്രധാനമായും എടുത്തിരിക്കുന്ന കേസുകൾ വധശ്രമം, ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തൽ, അതോടൊപ്പം തന്നെ കുട്ടികൾക്കെതിരായ അതിക്രമം എന്നീ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഈ പ്രതിക്കെതിരെ, തിരുവനന്തപുരം സ്വദേശിയുള്ള പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ഇന്ന് വൈകിട്ടോടുകൂടെ രേഖപ്പെടുത്തും. സംഭവവുമായി ബന്ധപ്പെട്ടുള്ള മൊഴി രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. പ്രതിയെ ചോദ്യം ചെയ്യുന്ന നടപടികളാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത്. എന്തായാലും ഈ സംഭവത്തില് PWCയും ഇടപെട്ടിട്ടുണ്ട്. PWCയുടെ തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. ഇന്ന് വൈകിട്ടോടുകൂടെ ഈ പ്രതിയുടെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ ഒരു കാര്യമായ പുരോഗതിയും ഉണ്ടായിട്ടില്ല. സമീർ C. വഴങ്ങോടാണ് വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുത് എന്ന ആവശ്യവുമായി DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ. മത്സരിക്കുന്നത് BJPക്കെതിരായ പ്രതിപക്ഷ ഐക്യത്തിന് എതിരെന്ന് സ്റ്റാലിൻ അഭിപ്രായപ്പെട്ടു. അതേസമയം രാഹുൽ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുത് എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. ഇതിനിടെ ഇന്ന് പുറത്തുവന്ന കോൺഗ്രസിന്റെ 16ാം സ്ഥാനാർത്ഥി പട്ടികയിലും വടകര, വയനാട് സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ ഇല്ല. ശരത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശരത്ത്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഘടകകക്ഷികൾ എതിരഭിപ്രായമാണ്. ഇപ്പോൾ DMK അധ്യക്ഷൻ MK സ്റ്റാലിനും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് തെറ്റായ രാഷ്ട്രീയ സന്ദേശമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നൽകുക എന്നുള്ള ഒരു നിലപാട് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് BJPക്കെതിരായ പ്രതിപക്ഷ ഐക്യമെന്നുള്ള ഒരു നിലപാടിനെതിരായുള്ള ഒരു നീക്കമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നീക്കത്തിൽ നിന്നും രാഹുൽ പിന്മാറണം എന്നുള്ളതാണ് ഇപ്പോൾ DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അറിയിച്ചത് എന്നാണ് വിവരം. ഏതായാലും നേരത്തെയും മറ്റ് ഘടകകക്ഷികളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് തെറ്റായ ഒരു സമീപനത്തിന്റെ ഭാഗമായി പരിഗണിക്കപ്പെടും എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് DMK അധ്യക്ഷന്റെയും നിലപാട് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ യാതൊരു കാരണവശാലും രാഹുൽ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുത് എന്നുള്ള ഒരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഹൈക്കമാൻഡ് ആകണം. ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് രാഹുൽ പോകരുത് എന്നാണ് ഈ നേതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഇത്തരത്തിൽ രാഹുൽ വയനാട്ടിൽ നിന്ന് മത്സരിക്കാൻ താല്പര്യമില്ല എങ്കിൽ അത് കേരളത്തിലെ വിജയസാധ്യതയെ ബാധിക്കുമെന്നുള്ള കാര്യവും ഈ നേതാക്കന്മാർ ഏതായാലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ 16ാമത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. ഈ പട്ടികയിലും വടകര, വയനാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനമില്ല. സസാറ മണ്ഡലത്തിൽ നിന്നും മുൻ ലോക്സഭാ സ്പീക്കർ മീരാകുമാർ മത്സരിക്കുമെന്നുള്ളതാണ് ഈ പട്ടികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഏതായാലും അല്പസമയം മുൻപ് കോൺഗ്രസിന്റെ ദേശീയ വക്താവ് പ്രിയങ്ക ചതുർവേദി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവർ വ്യക്തമാക്കിയിരിക്കുന്നത് വടകര, വയനാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമാകുമ്പോൾ അറിയിക്കാം എന്നുള്ളതാണ്. ഏതായാലും വിവിധ സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്ഷണം രാഹുൽ ഗാന്ധി പരിശോധിക്കും എന്നുള്ള കാര്യം തങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരത് K. ശശിയാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ വയനാട്ടിലെ UDF ഘടകകക്ഷികൾക്കിടയിൽ കടുത്ത നിരാശയുണ്ടെന്ന് UDF ചെയർമാൻ PPA കരീം. പ്രതിഷേധം ഹൈക്കമാൻഡിനെ അറിയിക്കാൻ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇന്നു തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകണം എന്നാണ് ആവശ്യപ്പെട്ടതെന്നും PPA കരീം പ്രതികരിച്ചു. ലീഗിന് മാത്രമല്ല, വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും അതൃപ്തി ഉണ്ടല്ലോ. അനിശ്ചിതമായിട്ട് UDF സ്ഥാനാർത്ഥിയുടെ തീരുമാനം നീണ്ടുപോകുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങളെ ബാധിക്കും.
ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഇത് ബാധിച്ചിട്ടില്ല, പക്ഷേ ഭൂരിപക്ഷത്തിലടക്കം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിക്കുള്ള പ്രതിഷേധം നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ DCC, ഞങ്ങളുടെ ലെവലിൽ ഇപ്പോൾ DCC ആണ്, DCCI അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വളരെ പെട്ടെന്നുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു സുരക്ഷിത മണ്ഡലത്തിൽ ഇങ്ങനെ കളിക്കുന്നത് വയനാട്ടിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് മുല്ലപ്പള്ളി. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ പാർട്ടിക്ക് ചില നടപടിക്രമങ്ങളുണ്ടെന്നും കോൺഗ്രസ് ദേശീയ പാർട്ടിയാണെന്നും മുല്ലപ്പള്ളി പ്രതികരിച്ചു. തീരുമാനം വൈകുന്നതിൽ അർത്ഥമൊന്നുമില്ല. നിങ്ങൾക്കറിയാം, കോൺഗ്രസ് ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഒരു പ്രാദേശിക പാർട്ടിയല്ല കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ യോഗം ഇടയ്ക്കിടെ സമ്മേളിക്കാറുണ്ട്. ഇന്നലെ രാത്രി സമ്മേളിച്ചിട്ടുണ്ട്. അർദ്ധരാത്രി കഴിഞ്ഞും ആ സമ്മേളനം നേരം പുലരുവോളം നടക്കുന്ന കാര്യവും നിങ്ങൾക്കെല്ലാത്തിനും അറിയാവുന്നതാണ്. തിരക്കിട്ട പര്യടനങ്ങൾക്കിടയിലും അദ്ദേഹം അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും തന്നെയാണ് ഞങ്ങളുടെ പ്രത്യാശ. വയനാട്ടിലെ അനിശ്ചിതത്വം ബോധപൂർവം സൃഷ്ടിച്ചതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി യാഹ്യ ഖാൻ തലയ്ക്കൽ. മണ്ഡലത്തിൽ തോറ്റാൽ ലീഗ് ഉത്തരവാദിത്വം ഏൽക്കില്ലെന്നും സെക്രട്ടറി പ്രതികരിച്ചു. ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന്റെ സംഘടനാശേഷി, മുസ്ലിം ലീഗിന് UDF-ൽ അവകാശപ്പെടാവുന്ന ഒരു സീറ്റ് എന്നുള്ളതിലൊക്കെ ചർച്ച വന്നിട്ടുള്ള ഒരു സീറ്റാണ്. അപ്പോൾ ഇവിടുത്തെ വിജയത്തിന്റെ നേട്ടവും പരാജയത്തിന്റെ ഉത്തരവാദിത്വമൊക്കെ മുസ്ലിം ലീഗിനായിരിക്കും ഉണ്ടാവുക. അത് മുസ്ലിം ലീഗിന്റെ തുടർന്നുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കും. അത് മുസ്ലിം ലീഗിന്റെ അണികൾക്ക് വലിയ ഭയപ്പാടുണ്ടാക്കും, അല്ലെങ്കിൽ നിരാശയുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ അണികൾക്ക് ഈ ഇതിൽ വലിയ ആശങ്കയുണ്ട്. അനൂപ് KR ചേരുന്നു വിശദാംശങ്ങളുമായി. അനൂപ്, എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ? ആനന്ദ്, കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയതുപോലെ തന്നെ കോൺഗ്രസ് അല്ലെങ്കിൽ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം വഹിക്കുന്നതിലുള്ള പ്രതിഷേധം UDF ഘടകകക്ഷികളിൽ ശക്തമായി അവർ പ്രകടിപ്പിച്ചു വരികയാണ്. ഇന്ന് മുസ്ലിം ലീഗ് ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തി. നേരത്തെ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ UDF വയനാട് ചെയർമാനുമായ PPA കരീം തന്നെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇത് പ്രവർത്തകരിൽ അസംതൃപ്തി ഉണ്ടാകുന്നു, പ്രചാരണ പ്രവർത്തനങ്ങൾ ഇത് താറുമാറാവുന്നതിന് സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് കാരണമാകുന്നു എന്നാണ് PPA കരീം പറഞ്ഞത്. പ്രതിഷേധം ഹൈക്കമാൻഡെ അറിയിക്കാൻ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകണമെന്നാണ് നേരത്തെ അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഏതായാലും ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ യഹ്യ നിലയ്ക്കൽ പറയുന്നത് വയനാട്ടിലെ അനിശ്ചിതത്വം ബോധപൂർവം സൃഷ്ടിച്ചതെന്നാണ്. മുസ്ലിം ലീഗ് നിർണായക ശക്തിയായിട്ടുള്ള വയനാട്ടിൽ ഇതിന്റെ ജയത്തിന്റെയും പരാജയത്തിന്റെയും എല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരിക സ്വാഭാവികമായും UDF ഘടകകക്ഷികളിൽ പ്രധാനപ്പെട്ട കക്ഷിയായ ലീഗാണ്. എന്നാൽ ഈ ലീഗിന് ഇത്തരമൊരു പരാജയം ഇതുമൂലം ഉണ്ടായാൽ വയനാട്ടിൽ സ്ഥാനാർത്ഥി വഹിക്കുന്നത് മൂലമുണ്ടാകുന്ന പരാജയമോ അല്ലെങ്കിൽ കോട്ടങ്ങൾക്കോ മുസ്ലിം ലീഗ് നേതൃത്വം ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല എന്നാണ് ഇപ്പോൾ ലീഗ് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. ശരി, അനൂപ് KR ആണ് വിശദാംശങ്ങൾ നൽകിയത്. വ്യക്തമാണ് വിശദാംശങ്ങൾ. കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് UDF-ലെ ഘടകകക്ഷികൾ പോകുന്നു. ലീഗ് അടക്കം വളരെ തുറന്ന പ്രതികരണങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. അനൂപാണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വയനാട്ടിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് മുല്ലപ്പള്ളി. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ പാർട്ടിക്ക് ചില നടപടിക്രമങ്ങളുണ്ടെന്നും കോൺഗ്രസ് ദേശീയ പാർട്ടിയാണെന്നും മുല്ലപ്പള്ളി പ്രതികരിച്ചു. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ഇതുവരെ 304 പേർക്ക് സൂര്യാതപവും 4 പേർക്ക് സൂര്യാഘാതവുമേറ്റു. ഈ മാസം 31 വരെ അതീവ ജാഗ്രത തുടരാനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് 1.5 വയസ്സുള്ള കുട്ടിയുൾപ്പെടെ 65 പേർക്കാണ് സൂര്യാതപമേറ്റത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് പ്രകാരം ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാനാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ സൂര്യാതപം ഒഴിവാക്കുവാനായി പൊതുജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതിൽ നിന്നും ഒഴിവാകണമെന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ താപസൂചിക പ്രകാരം തുടർന്നുള്ള ദിവസങ്ങളിലും ചൂട് ശരാശരിയിൽ നിന്ന് ഉയർന്ന നിലയിൽ തുടരാനാണ് സാധ്യതയെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി.
ഈ മാസം 31 വരെ അതീവ ജാഗ്രത തുടരാനാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് ഇതുവരെ 304 പേർക്ക് സൂര്യാതാപവും തിരുവനന്തപുരത്തും എറണാകുളത്തുമായി 4 പേർക്ക് സൂര്യാഘാതവും ഉണ്ടായി. 4 പേർ മരിച്ചെങ്കിലും 1 മരണമാണ് സൂര്യാതപം മൂലമെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ജില്ലകളുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ അതത് കളക്ടറേറ്റുകളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കനത്ത ചൂടിൽ വെന്തുരുകി പാലക്കാടും. തുടർച്ചയായി 4ാം ദിവസവും പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ ജോലി സമയം ക്രമീകരിക്കുന്നതുൾപ്പെടെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകി. മീനച്ചൂട് കത്തിക്കാളുകയാണ്. തുടർച്ചയായ 4ാം ദിവസവും പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. ചരിത്രത്തിലാദ്യമായാണ് പാലക്കാട് തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്രയും ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്നത്. വരും ദിവസങ്ങളിലും ചൂട് വർദ്ധിക്കാനാണ് സാധ്യത. ചൂടിന്റെ കാഠിന്യത്തിൽ യാത്രക്കാരും വ്യാപാരികളും തൊഴിലാളികളും വിദ്യാർത്ഥികളുമെല്ലാം ദുരിതമനുഭവിക്കുകയാണ്. ഉഷ്ണിച്ചിട്ട് നടക്കാൻ വയ്യ, അതോടെ നമ്മൾ കൊടയൊക്കെ സേഫ്റ്റി ആയിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല, പ്രകൃതിയിൽ വരുന്നതാണല്ലോ. പിന്നെ ഒരുപാട് പേര് ചൂട് തട്ടിയിട്ടൊക്കെ പുള്ളൽ ഏൽക്കുന്നതൊക്കെ ശരിയാണ്. ഇത്രയ്ക്ക് ചൂട് ഇത്ര കാലം അനുഭവപ്പെട്ടിട്ടില്ല. ബാക്കിൽ ഹെൽമെറ്റ് ഇരിക്കേണ്ട അവസ്ഥയാണ്. ഫ്രണ്ട് ഹെൽമെറ്റിന് കാര്യമില്ല. രാവിലെ നേരത്തെ ഇറങ്ങും, വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം. കൈയെല്ലാം സൈഡെല്ലാം പൊട്ടുക, ചൂടെടുത്തിട്ട് പൊള്ളുക, കരിവാളിച്ച പോലെ ആകുക. അതിയായ ചൂടാണ്. 5-6 മണിയായാലും ചൂടിന് കമ്മിയില്ല. ജില്ലയിലെ വിവിധ മേഖലകളിലായി ഇതുവരെ 23 പേർക്ക് സൂര്യാതപമേറ്റുവെന്നാണ് ഔദ്യോഗിക കണക്ക്. ഇതിനു പുറമെ ചികിത്സ തേടാത്ത നിരവധി പേർ ജില്ലയിലുണ്ട്. സൂര്യാതപസാരത കണക്കിലെടുത്ത് ജോലി സമയം ക്രമീകരിക്കുന്നതും 11 മണിക്കും 3 മണിക്കുമിടയിൽ വെയിലേൽക്കുന്നത് ഒഴിവാക്കുന്നതും ഉൾപ്പെടെയുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചതോടെ പുഴകളും ജലാശയങ്ങളും വറ്റിത്തുടങ്ങിയിട്ടുണ്ട്. ഡാമുകളിലും ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങി. വേനൽ കടക്കുന്നതോടെ കുടിവെള്ളത്തിനും കൃഷിയാവശ്യങ്ങൾക്കുമുള്ള ജലത്തിന് ദൗർലഭ്യം നേരിടേണ്ടി വരുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തന്നെ തട്ടിക്കൊണ്ടുപോയതല്ലെന്നും ഒരുമിച്ച് ജീവിക്കാൻ റോഷനുമൊത്ത് നാടുവിട്ടതാണെന്നും ഓച്ചിറയിലെ പെൺകുട്ടി മൊഴി നൽകി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപാകെയാണ് 17 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയുടെ സുപ്രധാന മൊഴി. വൈദ്യപരിശോധനയിൽ പീഡനത്തിന് ഇരയായതായി പറയുന്നു. വനിതാ ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കി പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. റോഷനെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ 18-നാണ് റോഷനുമൊത്ത് പെൺകുട്ടി ട്രെയിനിൽ ആദ്യം മംഗലാപുരത്തും പിന്നീട് മുംബൈ പനവേലിയിലേക്കും നാടുവിട്ടത്. പെൺകുട്ടിയെ യുവാക്കൾ തട്ടിക്കൊണ്ടുപോയെന്ന് രക്ഷിതാക്കൾ പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണം നടത്തി പെൺകുട്ടിയെ കണ്ടെത്തിയത്. അതേസമയം പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നതിനാൽ പോലീസ് രാജസ്ഥാനിലേക്ക് പോകും. പെൺകുട്ടിക്ക് 13 വയസ്സാണ് പ്രായമെന്ന് പിതാവ് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു. 2001 സെപ്റ്റംബർ 17-നാണ് നിലവിൽ രേഖയിലെ പ്രായം. 18 തികയാൻ ഏതാനും മാസങ്ങൾ കൂടി വേണ്ടിവരും. 8ാം ക്ലാസ് വരെ രാജസ്ഥാനിൽ താൻ പഠിച്ചിട്ടുണ്ടെന്നാണ് പെൺകുട്ടി പറയുന്നത്. ഇവിടെ എത്തി 6 വർഷമാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷിക്കാൻ തീരുമാനിച്ചത്. പെൺകുട്ടി പറയുന്നത് ശരിയാണെങ്കിൽ റോഷൻ ജയിൽ മോചിതനാകും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വൈദ്യുതി മന്ത്രി MM മണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേഹാസ്വാസ്ഥതയെ തുടർന്ന് ചികിത്സ തേടുകയായിരുന്നു. പനി കൂടിയതിനാൽ 2 ദിവസത്തെ വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. തലശ്ശേരിയുടെ മണ്ണിൽ തരംഗം സൃഷ്ടിച്ച വടകര മണ്ഡലം LDF സ്ഥാനാർത്ഥി P. ജയരാജൻ. തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തിയ P. ജയരാജന് ലഭിച്ചത് വീരോചിത വരവേൽപ്പ്. ജയരാജനെ കെട്ടിവെക്കാനുള്ള പണം തലശ്ശേരിയിലെ പ്രശസ്തമായ എക്കണ്ടിയിൽ കുടുംബം കൈമാറി. നാടും നഗരവും ഇളക്കിമറിച്ചുകൊണ്ടായിരുന്നു P. ജയരാജന്റെ തലശ്ശേരി നിയോജക മണ്ഡലത്തിലെ പര്യടനം. സ്വീകരണ കേന്ദ്രങ്ങളിൽ ഉത്സവ പ്രതീതി, വാദ്യഘോഷവും മുത്തുക്കുടകളും തനത് കലാരൂപങ്ങളും അണിനിരുന്ന ഘോഷയാത്രയോടെയാണ് തലശ്ശേരിയുടെ മണ്ണ് ജയരാജന് വീരോചിത വരവേൽപ്പ് നൽകിയത്. ഇടതുവിരുദ്ധ ശക്തികളുടെ അവിശുദ്ധ സഖ്യവും മതനിരപേക്ഷതയും വികസനവും ആഗ്രഹിക്കുന്ന ജനങ്ങളും തമ്മിലാണ് വടകരയിലെ പോരാട്ടമെന്ന് P. ജയരാജൻ പറഞ്ഞു. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഈ വടകര മണ്ഡലത്തിൽ ഉണ്ട് എന്ന ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരും മതനിരപേക്ഷവാദികളായിട്ടുള്ള ജനങ്ങളും അങ്ങേയറ്റം ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നതാണ് ഈ സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തലശ്ശേരിയിലെ പ്രശസ്തമായ എക്കണ്ടിയിൽ കുടുംബത്തിന് വേണ്ടി ആയുഷുമ്മ P. ജയരാജനെ കെട്ടിവെക്കാനുള്ള പണം നൽകി. സ്വീകരണ പരിപാടികളിലെ യുവജന പങ്കാളിത്തവും ശ്രദ്ധേയമായിരുന്നു. തലശ്ശേരിയിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M. സന്തോഷ്.
തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി സി ദിവാകരൻ നമ്പി നാരായണനെ സന്ദർശിച്ചു. ദിവാകരൻ ജയിച്ചു വരണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് നമ്പി നാരായണൻ അഭിപ്രായപ്പെട്ടു. നമ്പി നാരായണന്റെ പിന്തുണ ഉറപ്പിച്ചാണ് സി ദിവാകരൻ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് മടങ്ങിയത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയുള്ള കേവലമായൊരു സന്ദർശനം മാത്രമായിരുന്നില്ല സി ദിവാകരന് നമ്പി നാരായണനുമായുള്ള കൂടിക്കാഴ്ച. ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയെ അതിജീവിച്ച വ്യക്തിയോടുള്ള ബഹുമാനവും ആദരവും ദിവാകരൻ നമ്പി നാരായണനെ കാണാനായി വീട്ടിലെത്തിയപ്പോൾ കണ്ടു. നമ്പി നാരായണനെ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചിച്ചിരുന്നു എന്ന വാർത്ത പത്രത്തിലൂടെ ശ്രദ്ധയിൽ വന്ന കാര്യവും ദിവാകരൻ ഓർത്തു. സ്വാഭാവികമായിട്ടും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാധ്യമങ്ങളും എല്ലാവരും എഴുതി നമ്പി നാരായണൻ പാർലമെന്റിൽ മത്സരിക്കാൻ പോണത്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് അറിയാതെയാണ് അത് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ പരിപാടിക്കൊന്നും ഇല്ല, ഞാനൊരു സയൻറ്റിസ്റ്റാണ്, ശാസ്ത്രജ്ഞനാണ്. എന്നാൽ ദിവാകരൻ ജയിച്ച് MP ആയി ഇവിടെ എത്തണമെന്ന ആഗ്രഹമാണ് തനിക്കുള്ളതെന്ന് നമ്പി നാരായണൻ പറഞ്ഞു. നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ സിമ്പിൾസിറ്റിയാണ്. ഒരു എന്താ പറയാൻ, ഒരു ജാളയോ ഇതൊന്നും ഇല്ലാതെ. സോ അതുപോലെ നിങ്ങളെപ്പോലുള്ളവർ പറയണം. അപ്പോൾ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞത് എന്നെ കൊണ്ട് അത് കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മാറിയത്. നമ്പി നാരായണന്റെ പിന്തുണ ഉറപ്പിച്ചായിരുന്നു ദിവാകരൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF സ്ഥാനാർത്ഥി VN വാസവനെ നെഞ്ചോട് ചേർത്ത് വൈക്കം. സഖാവ് P കൃഷ്ണപിള്ളയുടെ നാട്ടിൽ VN വാസവന്റെ വാഹന പര്യടനത്തിന് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. സ്വീകരണ കേന്ദ്രങ്ങൾ ചെങ്കടലാക്കി മാറ്റിക്കൊണ്ടാണ് LDF സ്ഥാനാർത്ഥി VN വാസവനെ വൈക്കത്തെ ജനങ്ങൾ സ്വീകരിച്ചത്. കത്തുന്ന വേനൽച്ചൂടിനും തോൽപ്പിക്കാനാവാത്ത ആവേശത്തോടെ സ്ത്രീകളും തൊഴിലാളികളും വിദ്യാർത്ഥികളും സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തി. സ്വീകരണങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്ഥാനാർത്ഥിയുടെ നന്ദി. നിങ്ങൾ നൽകിയ സ്നേഹനിർഭരമായ സ്വീകരണത്തിന് ആദ്യമായി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തും. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം എന്നോട് അഭ്യർത്ഥിക്കുന്നു. TV പുരത്തും ഉദയനാപുരത്തും വൈക്കം മുനിസിപ്പാലിറ്റിയിലുമെല്ലാം നാടിന് ഉത്സവഛായ പകർന്ന് ഒന്നിനൊന്ന് മികച്ച വരവേൽപ്പാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ചരിത്ര വിജയത്തിലേക്ക് വൈക്കത്തിന്റെ ഉറച്ച പിന്തുണ വിളിച്ചോതുന്നതായിരുന്നു സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഓരോ സ്വീകരണങ്ങളും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ മൂന്നാം വട്ട പ്രചരണം അവസാന ഘട്ടത്തിൽ. എന്നാൽ വ്യക്തികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന പ്രവർത്തനം തുടരുകയാണ്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാറും. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നിശ്ചിത കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടിയാണ് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ മൂന്നാം വട്ട മണ്ഡല പര്യടനം. വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിച്ചുള്ള മണ്ഡലം പര്യടനം 2 വട്ടം ഇതിനകം പൂർത്തിയാക്കിയ ശേഷമാണ് മൂന്നാം വട്ട പര്യടനത്തിന്റെ ഭാഗമായി പൊതു സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ന് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം പൂർത്തിയാക്കുന്നതോടെ മൂന്നാം വട്ട പ്രചാരണ പരിപാടി അവസാനിക്കും. മാർച്ച് 30-ന് KP സതീഷ് ചന്ദ്രനും ഏപ്രിൽ 3-ന് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും 4-ന് BJP സ്ഥാനാർത്ഥി രമേശ് തന്ത്രി കുണ്ടാറും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കും. KP സതീഷ് ചന്ദ്രന്റെ 4ഉം 5ഉം വട്ട മണ്ഡലം പ്രചാരണ പരിപാടികൾ ഏപ്രിൽ മാസം 2ാം വാരത്തോടെ പൂർത്തിയാകും. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF നേതാക്കളുടെ പര്യടനവും ഏപ്രിൽ ആദ്യം മുതൽ തുടങ്ങും. LDF പ്രചാരണ രംഗത്ത് വലിയ മുന്നേറ്റം നേടിയതായി കാസർഗോഡ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പറഞ്ഞു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിനകത്ത് ആവേശകരമായ പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ഡലത്തിന് അകത്താകെ ചുമരെഴുത്തായാലും മറ്റു പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം വലിയ തോതിൽ നടന്നു വരുന്നുണ്ട്. മൂന്നാം വട്ട പര്യടനത്തിൽ കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലം KP സതീഷ് ചന്ദ്രന് ഉജ്ജ്വല വരവേൽപ്പാണ് നൽകിയത്. UDF-ന് വേണ്ടി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണ യോഗങ്ങളിൽ പ്രസംഗിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദുമ മണ്ഡലത്തിലും BJP സ്ഥാനാർത്ഥി രവീശ തന്ത്രി മഞ്ചേശ്വരം മണ്ഡലത്തിലും ഇന്നലെ പ്രചാരണം നടത്തി. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നേടിയ മേൽക്കൈ ഇപ്പോഴും തുടരുകയാണ്. പ്രചാരണ രംഗത്ത് ബഹുദൂരമാണ് LDF സ്ഥാനാർത്ഥി. നാളെ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതോടെ പ്രചാരണത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.
വികസന പ്രശ്നങ്ങളാണ് കോഴിക്കോട് മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയം. UDF സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ വികസനം കൊണ്ടുവന്നു എന്ന പ്രചരണം നടത്തുമ്പോൾ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന വികസനങ്ങൾ തന്റേതാണെന്ന് പ്രചരിപ്പിക്കുകയാണ് UDF സ്ഥാനാർത്ഥി ചെയ്യുന്നതെന്ന ആരോപണമാണ് മറുപക്ഷത്തിന്. കെട്ടിടം തകർന്നു വീണിട്ടും മണ്ഡലത്തിലെ കേന്ദ്രീയ വിദ്യാലയത്തിന് വേണ്ടി MK രാഘവൻ ഒന്നും ചെയ്തില്ലെന്ന ആരോപണവും ഉയരുന്നു. കോഴിക്കോട് മണ്ഡലത്തിൽ തീവ്രമായ പോരാട്ടമാണ് ഇരുമുന്നണികളും കാഴ്ചവെക്കുന്നത്. താൻ മണ്ഡലത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് UDF സ്ഥാനാർത്ഥി അവകാശപ്പെടുമ്പോഴും കഴിഞ്ഞ 10 വർഷമുണ്ടായ മണ്ഡലത്തിലെ വികസന മുരടിപ്പ് എടുത്തുകാട്ടിക്കൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി പ്രചാരണത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇടതുമുന്നണിക്കിത് മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പ്രചാരണം കൂടിയാണ്. വികസനം നടത്തി എന്ന അവകാശവാദവുമായാണ് UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഒന്നാം ഘട്ട പര്യടനം നടത്തുന്നത്. കഴിഞ്ഞ 10 വർഷം നാടിന്റെ 10 വർഷമാണ്, നന്മയുടെ 10 വർഷമാണ്, നേട്ടങ്ങളുടെ 10 വർഷമാണ്. ആരോഗ്യരംഗത്ത്, റെയിൽവേ രംഗത്ത്, അതുപോലെ നാഷണൽ ഹൈവേയുടെ രംഗത്ത് അങ്ങനെ എടുത്തു പറയാൻ സാധിക്കാവുന്ന രംഗങ്ങളെല്ലാം തന്നെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു. കോഴിക്കോടിന്റെ മണ്ണിൽ ചെങ്കൊടി പാറിക്കാനുള്ള പോരാട്ടത്തിലാണ് പ്രദീപ് കുമാർ. ഓഫീസുകൾ, ഫാക്ടറികൾ, കമ്പനികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ വ്യക്തികളെ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തിയ ആദ്യഘട്ട പര്യടനം അദ്ദേഹം പൂർത്തിയാക്കി. ഓരോ നിയമസഭാ മണ്ഡലവീഥികളിലൂടെയും കടന്നുപോകുന്ന വാഹന പര്യടനത്തിലാണിപ്പോൾ. എലത്തൂർ, ബാലുശ്ശേരി, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത് മണ്ഡലങ്ങളിൽ ഇതിനകം പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇടയ്ക്ക് ഓരോ പ്രദേശത്തെയും കുടുംബയോഗങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു. കഴിഞ്ഞ 10 വർഷക്കാലം മണ്ഡലത്തിൽ MP എന്ന നിലയിൽ ഒരു പ്രവർത്തനവും MK രാഘവന് നടത്താൻ സാധിച്ചില്ലെന്നും വികസന മുരടിപ്പിന്റെ 10 വർഷങ്ങളാണ് കഴിഞ്ഞുപോയതെന്നും പ്രദീപ് കുമാർ പറയുന്നു. അല്ല, കഴിഞ്ഞ 10 വർഷം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പാഴായിപ്പോയ 10 വർഷങ്ങളാണ്. ഈ പറഞ്ഞ അവകാശവാദങ്ങളിലൊന്നും അടിസ്ഥാനമില്ല. ഇന്ത്യയിൽ ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്തേണ്ട ഗതികേടിലെത്തിയ ഒരേ ഒരു കേന്ദ്രീയ വിദ്യാലയം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിന്റെ പരിധിയിലെ ഈ കേന്ദ്രീയ വിദ്യാലയമാണ്. ഇപ്പോഴും അതിനുവേണ്ടി ഒരു പണവും ഇവിടുന്ന് അനുവദിച്ചിട്ടില്ല. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഔദ്യോഗികമായി പ്രോജക്റ്റുകൾ തയ്യാറാക്കി. ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഇൻവോൾവ് ചെയ്ത ആൾക്കാരാണ്. അങ്ങനെ ആരോഗ്യ വകുപ്പ് സമർപ്പിച്ച പദ്ധതിക്ക് അംഗീകാരം വാങ്ങിച്ചതാണത്. അതങ്ങനെയേ നടക്കുള്ളൂ. അത് ഇപ്പോൾ ക്യാൻസർ സെൻ്ററിന് അവിടുത്തെ ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഡോക്ടർ അജയകുമാറിനോട് ചോദിച്ചാൽ അദ്ദേഹമാണ് അത് ഇനീഷ്യേറ്റ് ചെയ്ത് അതിൻ്റെ പ്രോജക്റ്റ് ഉണ്ടാക്കിയത്. നമ്മുടെ ആരോഗ്യവകുപ്പ് വഴിയാണ് അത് സമർപ്പിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സമർപ്പിച്ച പദ്ധതിക്ക് അംഗീകാരം വാങ്ങിച്ചതാണ്. അതല്ലാതെ മറ്റൊന്നുമില്ല. ഇംഹാൻസിന് ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇംഹാൻസ് എന്ന് പറഞ്ഞാൽ 2009 പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പ് അതിൻ്റെ എല്ലാ നടപടികളും കഴിഞ്ഞ് കേന്ദ്ര സംഘം വന്ന് പരിശോധിച്ച് അനുകൂല റിപ്പോർട്ട് കൊടുത്ത് പണം അനുവദിക്കപ്പെട്ടതാണ്. മണ്ഡലത്തെ വികസനത്തിലേക്ക് നയിക്കാൻ ഒരു പുതിയ ഉണർവ് നൽകാൻ പുതിയ പ്രതിനിധിയെ തെരഞ്ഞെടുക്കണമെന്നാണ് പ്രദീപ് കുമാർ ആവശ്യപ്പെടുന്നത്. അതേസമയം നോർത്ത് MLA എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളും അണികൾ ആവേശപൂർവ്വം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. BJP സ്ഥാനാർത്ഥിയായി VK പ്രകാശ് ബാബു മത്സര രംഗത്തുണ്ടെങ്കിലും പ്രചാരണ രംഗം അത്ര സജീവമല്ല. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. ഒരിടവേള. കലാഭവൻ മണി മെമ്മോറിയൽ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ മികച്ച വാർത്താ റിപ്പോർട്ടർക്കുള്ള ഈ കൊല്ലത്തെ പുരസ്കാരം പീപ്പിൾ TV സീനിയർ റിപ്പോർട്ടർ S ജീവൻകുമാറിന്. 2017-18 അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ഏപ്രിൽ 20 പ്രസ് ക്ലബ് ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ പുരസ്കാരം മന്ത്രി കടകംപള്ളിയിൽ നിന്ന് ജീവൻകുമാർ ഏറ്റുവാങ്ങും.